ഹായ് മക്കളെ, നമ്മളിത് മാത്സിലെ വളരെ ഇമ്പോർട്ടന്റ് എന്ന് പറയാവുന്ന ടോപ്പിക്കാണ് അഡീഷൻ അല്ലെ. നമ്മൾ സ്കൂളുകളിൽ നിന്ന് ചെറുപ്പത്തിലോട്ട് പഠിച്ചു വരുന്നതാണ് എങ്ങനെ നമ്പർ തമ്മിൽ കൂട്ടാവുന്നത്. ഈ നമ്പർ തമ്മിൽ കൂട്ടുക നമുക്ക് ഈ പെന്ന് ഉപയോഗിക്കാതെ എങ്ങനെ സ്പീഡായിട്ട് ചെയ്യാം, അതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് നോക്കണം, നമുക്ക് അഡീഷനിൽ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട് അല്ലെ. എന്തൊക്കെയാണ് ഈ അഡീഷനിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ? ഞാൻ പറയണം, നമുക്ക് ഏതൊക്കെ നമ്പറുകൾ തമ്മിലാണ് ആഡ് ചെയ്യേണ്ടത് അല്ലെ, എത്ര ഡിജിറ്റുകൾ ഉണ്ട് അതിൽ. ഞാൻ പറഞ്ഞതാ, ഈ 0 മുതൽ 9 വരെയല്ല അല്ലെ, മൊത്തം 10 ഡിജിറ്റ് ഉണ്ട് അല്ലെ, 10 അക്കങ്ങൾ. ഇത് തമ്മിലുള്ള കോമ്പിനേഷനാണ് നമ്മൾ എന്ത് ചെയ്യാം, മാത്സിലെ അഡീഷനിലേക്ക് യൂസ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഇതിന്റെ കോമ്പിനേഷൻ നമ്മൾ എന്തായാലും കൃത്യമായിട്ട് മനസ്സിലാക്കണം, എന്തൊക്കെ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ എന്തൊക്കെ വരും എന്നുള്ളത്. ഓക്കെ, ഒരു എക്സാമ്പിൾ ഞാൻ പറയടാ. ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയടാ, 2+3 എത്രയാണെന്ന് ചോദിക്കുകയാണ് അല്ലെ. നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റും എത്രയാടാ, 5 ആണെന്ന് അല്ലെ. 5 ആണെന്ന് പറയാൻ പറ്റും. അതുപോലെ തന്നെ ഞാൻ വീണ്ടും ചോദിക്കുകയാണ് നിങ്ങളുടെ എത്രയാണ്, 5+2 എത്രയാണെന്ന്. അപ്പോൾ നിങ്ങൾക്ക് പറയാം എത്ര, 7 ആണെന്ന് അല്ലെ. ഇനി ഞാൻ വീണ്ടും നിങ്ങൾ ചോദിക്കടാ, 7+9 എത്രയാണ്. അപ്പോ നിങ്ങൾക്ക് ഈ രണ്ട് ആൻസർ പറഞ്ഞാലും കുറച്ചൊരു ടൈം കൂടുതൽ എടുക്കുന്നു. കാരണം എന്താണ്, ഇവിടെ ക്യാരി വരുന്നുണ്ട് അല്ലെ. അപ്പൊ എത്ര, 9+7 എന്ന് പറയുമ്പോൾ എത്രയാടാ, 16ആണ് അതിന്റെ ആൻസർ അല്ലെ, 16. പക്ഷെ നിങ്ങൾ സ്പീഡ് കുറച്ച് എന്താണ് കൂടുതലെടുത്തു അല്ലെ, കുറച്ച് ടൈം കൂടുതലെടുത്തു എന്ന് പറയാം ഇത് പറഞ്ഞപ്പോ. അപ്പൊ നമുക്ക് ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്യുമ്പോൾ എങ്ങനെ നമുക്ക് ഈ 2+3 5 എന്ന് പറഞ്ഞ ആ സ്പീഡിൽ പെട്ടെന്ന് ക്വിക്ക് ആയിട്ട് എങ്ങനെ നമുക്ക് എത്ര വലിയ നമ്പർ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഓക്കെ, അപ്പൊ അത് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട ഈ നമ്പറുകൾ തമ്മിലുള്ള കോമ്പിനേഷൻ അറിഞ്ഞിരിക്കണം അല്ലെ. ഞാൻ എക്സാമ്പിൾ പറയടാ, ഇവിടെ ശ്രദ്ധിക്കണം മക്കളെ. നിങ്ങൾ ഇവിടെ ഞാൻ അടുത്തേക്കടാ, ഇവിടെ 9+1 അല്ലെ, 1 9 കൂടി അറിയുമ്പോൾ എത്ര, 10. ഞാൻ പറഞ്ഞു ക്യാരി വരേണ്ട എപ്പോഴാടാ, 10 മുതൽ അങ്ങോട്ട് വരെ എപ്പോഴാണ് നമ്മൾ ക്യാരി വരുന്നില്ല. നമ്പർ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ 9 വരെ ആണെങ്കിൽ ഡയറക്റ്റ് ചെയ്തു, 10 വന്നാൽ 0 ചെയ്തിട്ട് ക്യാരി 1 എടുക്കും അല്ലെ. അപ്പൊ അതിന് വരുന്ന നമ്മൾ എന്തെടുക്കുക, ആ കോമ്പിനേഷൻ വരുന്ന 10 തൊട്ടാ വരുന്നത് അല്ലെ. അപ്പൊ 10 തൊട്ട് ഏതെല്ലാം നമ്പറിൽ ആ കോമ്പിനേഷൻ വരുന്നത്, ഏതെല്ലാം നമ്പറിൽ ആഡ് ചെയ്യുമ്പോൾ 10 വരുന്നത് നോക്കിയേ. 1 9 കൂടി ആഡ് ചെയ്യുമ്പോൾ എത്രടാ, 10 ആണ്. ഇത് നിങ്ങൾ പഠിച്ചിരിക്കണം മക്കളെ, ഇത് നിങ്ങൾ മനസ്സിലുണ്ടായിരിക്കണം കേട്ടോ, ബൈ ഹാർട്ട്. ഓക്കെ, അതുപോലെ എന്താ, 2ഉം 8ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ ദൂരം 10 വരും കേട്ടാ. അതുപോലെ എത്ര, 3ഉം 7ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ 10 ആണ് വരുന്നത്. പിന്നെ എത്ര, 4ഉം 6ഉം ആഡ് ചെയ്യുമ്പോൾ എത്ര, 10 ആണ് വരുന്നത്. 5ഉം 5ഉം ആഡ് ചെയ്യുമ്പോൾ 10 ആണ് വരുന്നത് അല്ലെ. ടോട്ടൽ എത്ര കോമ്പിനേഷൻ ഉണ്ടോ, 5 കോമ്പിനേഷനുകൾ അല്ലെ. 5 കോമ്പിനേഷനുകൾ ആഡ് ചെയ്യുമ്പോൾ എന്ത് വരുന്നത്, നമുക്ക് സം 10 വരുന്നത്. വേറെ ഏത് ഡിജിറ്റ് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ എന്താ 10 കിട്ടുമോ, ഇല്ല. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും 1+9 9+1 അങ്ങോട്ട് സെയിം തന്നെയാണ് അല്ലെ. അപ്പൊ എത്രയാ, 5 കോമ്പിനേഷൻ 10 വരുന്നുള്ളൂ. ഓക്കെ, ഇനി 11ലേക്ക് വരുമ്പോ 11 ഏതൊക്കെ നമ്മൾ തമ്മിൽ ആഡ് ചെയ്യുമ്പോഴാണ് വരുന്നത്, നമുക്ക് നോക്കണം. 2+9 11, 2+9 11 അല്ലെ. പിന്നെ എന്താ പറയാ, 3+8 11 അല്ലെ. പിന്നെ എത്ര, 4+7 എത്ര, 11 അല്ലെ. 4+7 11. ഓക്കെ, ഇനി എന്തൊക്കെയാ വരുന്നത് നോക്കിയാൽ, ഇതെല്ലാം വരുമോ, 5+6 11 അല്ലെ. മൊത്തം എത്ര, 4 കോമ്പിനേഷൻ ആകുന്നത്. 11 വരാൻ 4 കോമ്പിനേഷൻ ഒന്ന് പറയടാ. 2+9 3+8 4+7 പിന്നെ 5+6. ഓക്കെ, 4 കോമ്പിനേഷനിൽ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ അതുകൊണ്ട് 11 വരുന്നത്. ഇനി അടുത്ത നോക്കാം, നമുക്ക് 3+9 12 വരുന്നത് അല്ലെ. പിന്നെ എന്ത് വരും, 4+8 12 ആണ് അല്ലെ. 4+8 എത്രടാ, 12 ആണ് വരുന്നത് അല്ലെ. 5+7 എന്താടാ, 12 വരുന്നത് അല്ലെ. പിന്നെ എന്താ വരുന്നത്, 6+6 എന്താടാ, 12 ആണ്. അങ്ങനെ 12 സം ചെയ്യുമ്പോൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 12 കിട്ടാം. 4 കോമ്പിനേഷൻ ഉള്ളത് 3+9 4+8 5+7 6+6. ക്ലിയർ ആണോടാ? ഓക്കെ, അപ്പൊ ഇനി അടുത്ത ഞാൻ പറയാം 13 എത്ര, 4+9 13 അല്ലെ. പിന്നെ എന്തൊക്കെ വരും, 5+8 എത്രടാ, 13 ആണ് അല്ലെ. 6+7 എത്രടാ, 13 ആണ് അല്ലെ. ഇനി എന്തെങ്കിലും കോമ്പിനേഷൻ വരുമോ, ഇല്ല അല്ലെ. അപ്പൊ എത്ര, 3 കോമ്പിനേഷൻ ഉള്ള എന്ത് 13 വരുന്നത്. 13 വരുന്ന 3 കോമ്പിനേഷനിൽ ഒന്നും പറയാ, 4+9 5+8 പിന്നെ എത്രയാ, 6+7. ഓക്കെ, ഇനി അടുത്ത 14ലേക്ക് നോക്കടാ. 5+9 എത്രയാടാ, 14. 5+9 എത്രയാടാ, 14 ആണ് അല്ലെ. പിന്നെ എന്താ പറയുക, 6+8 എത്രയാടാ, 14 ആണ്. 6+8 14 ആണ്. പിന്നെ 7+7 14. 3 കോമ്പിനേഷൻ അത് 14 ആഡ് ചെയ്യുമ്പോൾ വരുന്നത്. ഓക്കെ, ഇനി അടുത്തത് 6+9 എത്രയാടാ, 15 ആണ് അല്ലെ. 15 അടുത്ത് എന്ത് വരടാ, 7+8 എത്രയാടാ, 15 ആണ്. ഓക്കെ, ഇനി എന്തെങ്കിലും വരുവാടാ, ഇല്ല അല്ലെ. 2 കോമ്പിനേഷനിൽ 15 വരാനുള്ളത്. ഓക്കെ, ഇനി 16 നോക്കിയാൽ നമുക്ക് 7+ എത്രയാടാ, 8 എത്രയാടാ, 9 എത്രയാ, 16 ആണ് അല്ലെ. അതുപോലെ 8+8 എത്രയാടാ, 16 ആണ് കേട്ടോ. അപ്പൊ 2 കോമ്പിനേഷൻ 16 വരുന്നുള്ളൂ. ഓക്കെ, ഇനി അടുത്ത നോക്കിയാൽ 8+9 എത്രയാ, 17 ആണ്. 17 വരുന്നത് എന്താ, ഒരു കോമ്പിനേഷനാണ് വരുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോടാ? ഓക്കെ, അപ്പൊ ഇത്തരം കോമ്പിനേഷനാണ് നമ്മൾ പഠിച്ചത് അല്ലെ. ഏത് വരുന്നത്,
നമുക്ക് വരുന്ന ഒക്കെയാണ് ഈ നമ്പറുകൾ തമ്മിലുള്ള ബന്ധങ്ങളാണ് ഞാൻ പറഞ്ഞത്. അത് റിലേഷൻഷിപ്പാണ് ഞാൻ പറഞ്ഞത്. അത് അക്കങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്. 1 9 കൂടെ ആകുമ്പോൾ 10 വരും. അതുപോലെ എന്താണ് 2 8 10, 3 7 10, 6 4 10, 5 5 10 അല്ലെ. ഇത് നിങ്ങൾ ബൈ ഹാർട്ട് നിങ്ങൾ മനസ്സിലുണ്ടാക്കണം. ഇത് പഠിച്ചാലാണ് നമുക്ക് എന്ത് പറയുക മക്കളെ, നമുക്ക് അഡീഷൻ വളരെ സിമ്പിൾ ആണ് ഇത് പഠിച്ചു കഴിഞ്ഞാൽ കേട്ടോ. അപ്പൊ ഇതുണ്ടെങ്കിൽ നമ്മളെ ക്യാരി എടുക്കുന്ന നമ്മുടെ ടൈം ഉണ്ടല്ലോ, നമ്മൾ പെന്ന് ഉപയോഗിക്കാതെ ചെയ്യാൻ വേണ്ടിയാണ് ഇതൊക്കെ പറയുന്നത്. ഇത് നിങ്ങൾ തീർച്ചയായിട്ടും പഠിക്കും. 9 അല്ലെ 6 ചോദിച്ചാൽ പെട്ടെന്ന് പറയാൻ പറ്റണം എത്രയാണ് 15 എന്ന് പറയാൻ പറ്റണം. അല്ല 8 അതുപോലെ 9 കൂടെ ആടിയപ്പോൾ എത്ര 17. അതവർ മനസ്സിൽ വേണം. എങ്കിൽ മാത്രം നമ്മൾ എത്രയാ 2 + 3 5 എന്ന് നമ്മൾ പറഞ്ഞു ആ സ്പീഡിൽ ചെയ്യാൻ സാധിക്കുള്ളൂ. ഇത് പ്രാക്ടീസ് ചെയ്യണം മക്കളെ നിങ്ങൾ കേട്ടോ. അപ്പൊ ഇത് ഇത്രയും കാര്യം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഇനി അടുത്ത ഞാൻ പറയണം, അടുത്ത നമ്മുടെ അക്കങ്ങൾ സെയിം അക്കങ്ങൾ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ വരുന്നത് നോക്കണം. 1 + 1 എത്ര 2 ആണ്. ഇനി 2 + 2 എത്രടാ 4 അല്ലെ. 3 + 3 എത്രടാ 6 അല്ലെ. 4 + 4 എത്ര 8 അല്ലെ. 5 + 5 10. അതുപോലെ എത്രയാണ് 6 + 6 എത്രടാ 12. 7 + 7 14. 8 + 8 16 അല്ലെ. 9 + 9 എത്രടാ 18 കേട്ടോ. അപ്പൊ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിരിക്കുക. ഇതും പഠിച്ചിരിക്കുക. ഈ 6 കാര്യങ്ങളും പഠിച്ചിരിക്കുക. ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞത് ഇനി അഡീഷൻ നിങ്ങൾക്ക് സെക്കൻഡുകൾ കൊണ്ട് നിങ്ങൾ ജയിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. നമുക്ക് എങ്ങനെയാ ബേസ് ആദ്യം നമുക്ക് വേണ്ടത് നമ്മുടെ നമ്പർ അക്കങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ എന്താ നമുക്ക് അഡീഷൻ ഒക്കെ വളരെ സിമ്പിൾ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം നമുക്ക് എങ്ങനെ സിമ്പിൾ ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റും നോക്കാം. ഓക്കെ, ഇവിടെ നോക്കാം. നമ്മള് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻ എടുത്ത് നോക്കണം. 50 + എത്രയാടാ 90 ചെയ്യണം. 50 + 90 ആണ് ചെയ്യേണ്ടത്. ഇവിടെ ഞാൻ പറഞ്ഞ ഇവിടെ അവസാന അക്കങ്ങൾ 2 0 വന്നാൽ ലാസ്റ്റ് ഡിജിറ്റുകൾ 0 വന്നു കഴിഞ്ഞാൽ ഞാൻ പറയലടാ നീല ലാസ്റ്റ് ഡിജിറ്റ് നോക്കണ്ട. 5 + 9 എത്രടാ നമ്മൾ പഠിച്ചു. 5 + 9 എത്രടാ എത്ര പറയുന്നത് 14 അല്ലെ. 5 + 9 14 ആണ്. പിന്നെ ആ 0 കൂടി ഇട്ട് കൊടുത്താൽ അത് എത്രയാണ് 140. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞത് പെന്ന് ഉപയോഗിക്കാതെ നിങ്ങൾ പറയുന്നതാണ്. ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് എത്രയാ ഇവിടെ 0 നോക്കണ്ട. 5 + 9 എത്ര 14. 14 0 എത്രയാ 140. ഓക്കെ, ക്ലിയർ ആണോടാ? ആ പെട്ടെന്ന് ചെയ്യാൻ സാധിക്കണം. ഓക്കെ, ഇനി അടുത്ത നിങ്ങൾ നോക്കിയാൽ അങ്ങനെ പറഞ്ഞേ 70 + 80. 70 + 9 അല്ലെ. ഇവിടെ 2 0 അവസാനം അല്ലെ. അപ്പൊ നിങ്ങൾ 0 നോക്കണ്ട. ഇവിടെ നോക്കണം. 7 + 8. 7 + 8 എത്രടാ 15 അല്ലെ. 15 ഇപ്പൊ 0 ഇട്ട് കൊടുക്കുക എത്രയാ 150. 15 പിന്നെ എത്രയാ 0 ഇട്ട് കൊടുക്കുക 150. എത്ര 70 + 80 150. ഇനി അടുത്ത നോക്കണം നമുക്ക്. ഞാൻ എടുക്കണം 40 + 70. 40 + 70 ഇവിടെ 2 0 ആണ് അല്ലെ. അപ്പൊ എത്രയാ 4 + 7. 4 + 7 11. 11 പിന്നെ ഒരു 0 എത്രയാ 110. ഓക്കെ, 110. ക്ലിയർ ആണോ മക്കളെ? ഓക്കെ, ഇത്ര വളരെ സിമ്പിൾ ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ പറയണ എന്തുവരായത് 80 + 60. ഇവിടെ നോക്കണ 2 zeros ആണ്. 2 zeros ആണ് അല്ലെ. അപ്പൊ 8 + 6. 8 + 6 എത്ര 14 അല്ലെ. 14 പിന്നെ ഒരു 0 എടുത്താൽ 140. ഓക്കെ, ക്ലിയർ ആണോടാ? ഓക്കെ, അപ്പൊ ഞാൻ പറയുന്നത് വെച്ചാൽ ഇവിടെ ലാസ്റ്റ് അക്കങ്ങൾ 0 വന്നാൽ എന്ത് ചെയ്യാതില്ല അതിന് തൊട്ട് മുമ്പുള്ള അക്കങ്ങൾ അല്ലെ. ഇവിടെ 5 ആണ്, ഇവിടെ 9 ആണ്. അത് തമ്മിൽ അടിപത്ര 14 0 വിത്തിൻ സെക്കൻഡ്സ് നിങ്ങൾക്ക് പറയാൻ സാധിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് പ്രാക്ടീസ് ആണ് മക്കളെ വേണ്ടത്. ഓക്കെ, ഇനി ഞാൻ അടുത്ത് ഞാൻ പറയടാ 50 + 93 അല്ലെ. ഇവിടെ നോക്കടാ ഇവിടെ 0 ലാസ്റ്റ് അക്കം. പക്ഷെ എന്തൊക്കെയാ ഇവിടെ ലാസ്റ്റ് അക്കം എന്താടാ 3 അല്ലെ. ഇവിടെ 50 + 90 വന്നപ്പോ 2 0 ആയിരുന്നു. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ഒരെണ്ണം 0 ഇവിടുത്തെ നമ്പർ വേറെ ഡിജിറ്റ് ആണെങ്കിലും നിങ്ങൾ ചെയ്യേണ്ട സെയിം മെത്തേഡ് തന്നെയാണ്. ഒരു ചെറിയ ഡിഫറൻസ് മാത്രമല്ല. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടതാ 5 + 9. 5 + 9 എത്രയാടാ നമുക്കറിയാം എത്ര 14 അറിയാം അല്ലെ. 14 അല്ലെ. ഇവർ രണ്ടിടത്തും 0 വന്നപ്പോ നമ്മൾ എന്ത് എടുത്തടാ ഇവിടെയും 0 ഇട്ട് അല്ലെ. അപ്പൊ ഇവിടെ ഒരിടത്ത് 0 ഒരിടത്ത് വേറെ ഡിജിറ്റ് ആണ്. വേറെ അക്കങ്ങൾ വന്നെങ്കിൽ ആ വേറെ അക്കം ഏതാണ് 0 ഇല്ലാത്ത അക്കം ഏതാണോ അതങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇവിടെ എത്ര ഇവിടെ 0 ആണ്. ഇവിടെ എത്രയാണ് 3 ആണ്. ആ 3 ഇവിടെ ഇട്ട് കൊടുക്കുക. എത്രയാ 140. ഓക്കെ, ശ്രദ്ധിക്കണം മക്കളെ, വളരെ സിമ്പിൾ ആയിട്ട് പറയണേ. ഇവിടെ 50 93 ആണ്. 50 ലാസ്റ്റ് ഡിജിറ്റ് 0 ആണ്. ഇവിടെ 3 93. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ സെയിം എത്ര തന്നെ 5 + 9 എത്ര 5 + 9 ചെയ്യുക. 5 + 9 എത്രടാ 5 + 14. ആ 14 നമ്മൾ എഴുതി. പിന്നെ ഈ 0 നിങ്ങൾ നോക്കണ്ട. ആ 0യും മറ്റേ അടുത്ത ഡിജിറ്റിന്റെ 3 അല്ലെ. 93ന്റെ ലാസ്റ്റ് ഡിജിറ്റ് എത്ര 3. ആ 3 ഇങ്ങോട്ട് റിപ്പീറ്റ് ചെയ്ത് ഈ 3 റിപ്പീറ്റ് ചെയ്ത് എത്ര 140. ക്ലിയർ ആണോടോ മക്കളെ? ക്ലിയർ ആണോ? ഓക്കെ, അങ്ങനെ നിങ്ങൾ വെക്കടാ. അടുത്തത് പറഞ്ഞിടാ 70 + 87. വേഗം 70 + 87. അപ്പൊ ഒരെണ്ണം 0 ആണ് വന്നേക്കാം അല്ലെ. അപ്പൊ 7 + 8 എത്രടാ 15 അല്ലെ. പിന്നെ ഇവിടെ 0 ഇവിടെ 0 ഇവിടെ 7 ആണ്. അപ്പൊ ഈ 7 ഇവിടെ എഴുതി കൊടുക്കാം. ഈ 7 ഇങ്ങോട്ട് എഴുതുക. അപ്പൊ എത്രടാ
150. ഇത്രേ ഉള്ളു. വളരെ സിമ്പിൾ അല്ലടാ. ഓക്കെ, അടുത്ത പറഞ്ഞിട്ടാ മക്കളെ 40 + 78. വേഗം വേഗം പറയടാ. ആ 4 ഇവിടെ 4 + 7 എത്ര 11. ഇനി എട്ടിട്ട് കൊടുക്കുക 118. 118. ഓക്കെ, ഇനി അടുത്ത പറഞ്ഞിടാ 83 + 60 അല്ലെ. ആ ഇവിടെ 0 ഇവിടെ 3 അല്ലെ. 8 + 6 എത്ര 14 അല്ലെ. 14 പിന്നെ ഈ 3 ഉണ്ടല്ല, ഈ 3 കൂടി ഇട്ട് കൊടുക്കാം. ഓക്കെ, എത്ര 143. ക്ലിയർ ആണോ മക്കളെ? ഓക്കെ, ഇവിടെ ഇത്രയല്ലടാ. ഇതിൽ നിന്ന് തന്നെയാണ് ഞാൻ ഇത് എഴുതിയേക്കുന്നത് അല്ലെ. ഇതിന്റെ ചെറിയ ഈ ഇതിന്റെ തന്നെ ഒരു അഡ്വാൻസ് ആണ് ഇവിടെ വന്നേക്കുന്നത്. അപ്പൊ ഇങ്ങനത്തെ ഞാൻ പറഞ്ഞല്ലോ, പെൻ ഉപയോഗിക്കാൻ നമുക്ക് ക്വസ്റ്റ്യൻസിന്റെ ആൻസർ അത് സോൾവ് ചെയ്യാൻ പറ്റണം അഡീഷൻ ആയിട്ട്. ഓക്കെ, അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞത് നിങ്ങൾക്ക് നമ്പർ തമ്മിലുള്ള ആ റിലേഷൻഷിപ്പ് പറഞ്ഞിരിക്കണം. ആ 8 അക്കങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് അല്ലെ. ആ ആദ്യം ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കണം. ഓക്കെ, എങ്കിൽ നിങ്ങൾക്ക് ബാക്കി എല്ലാം സിമ്പിൾ ആണ്. ഓക്കെ, നമുക്ക് അടുത്ത ടൈപ്പ് നോക്കടാ. ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ, നെക്സ്റ്റ് അടുത്ത നോക്കണം. അടുത്ത ഞാൻ വീണ്ടും നമ്മൾ ഹയർ ലെവലിലേക്ക് പോവാണ്. 2 അക്കമായിരുന്നു, ഇനി 3 അക്കത്തിലേക്ക് പോകട്ടോ. ശ്രദ്ധിക്കടാ, 500 + 930. ഓക്കെ, ഇവിടെ ഇങ്ങനെ വരുമ്പോ ഞാൻ പറഞ്ഞു വെച്ചാല് നമ്മൾ നേരത്തെ സെയിം മെത്തേഡ് ഇടാ. ഇവിടെ 2 സീറോസ് വന്നടാ. ഇവിടെ എത്രയാണ്? 1 0 പിന്നെ എത്ര 30 വന്നു അല്ലെ. ഇവിടെ നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ ഈ ആദ്യത്തെ ഡിജിറ്റ് ഇടാ 5 + 9 ചെയ്യുക. 5 + 9 എത്രയാടാ? 14 നമുക്കറിയാം. 14. ഇവിടെ 2 0 വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക? ആ 2 0 നോക്കണ്ട, ബാക്കി മറ്റ് അടുത്ത നമ്പർ ഉണ്ടല്ലോ, അതർ നമ്പറിന്റെ ആ ലാസ്റ്റ് 2 ഡിജിറ്റ്സ് എഴുതിയൊക്കെ 30 ആണ് അല്ലെ. അപ്പൊ ഇതിന്റെ അത് ലാസ്റ്റ് രണ്ടാക്കത്ര 30 അല്ലെ. ആ 30 അങ്ങോട്ട് എടുത്തിരിക്കുക. ഈ 30 അങ്ങോട്ട് എടുത്തിരിക്കുക. അപ്പൊ എത്രയാ? 14 30 1430. ഓക്കെ, ക്ലിയർ ആണോ? അത് 5 + 9 ചെയ്ത് 14 എന്ന് കിട്ടി നമുക്ക്. പിന്നെ 30 കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഓക്കെ, ക്ലിയർ ആണോ? അതായത് നമ്മൾ നേരത്തെ ചെയ്തതിന്റെ കുറച്ച് അഡ്വാൻസ് 3 ഡിജിറ്റ് ആയിരുന്നു. ഓക്കെ, ക്ലിയർ ആണോ മക്കളെ നിങ്ങൾക്ക്? ഓക്കെ, അടുത്ത് പറഞ്ഞാ 700 + 870. ഇവിടെ നിന്നൊക്കെ 2 സീറോസ്. അപ്പൊ 2 സീറോസ് അപ്പൊ 7 + 8 എത്രടാ? 15. 7 + 8 15. പിന്നെ 70 അങ്ങോട്ട് ചെയ്ത് എത്രയാ? 1520. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്ത് പറഞ്ഞടാ 600 + 780. ഇവിടെ 2 0 ആടാ. അപ്പൊ എന്ത് ചെയ്യാ? ഇവിടെ 6 + 7 എത്രടാ? 13 എന്ന് എഴുതി അല്ലെ. 13. പിന്നെ ഇവിടുത്തെ അവസാനത്തെ രണ്ടാക്കും എത്രടാ? 80. ആ 80 നമ്മൾ ഇവിടെ എഴുതി. എത്ര? 1380. ഓക്കെ, സെറ്റ് അല്ലേ? ഓക്കെ, അടുത്ത വന്നിടാ 880 + 600 അല്ലെ. ഇവിടെ 2 0 ആടാ. അപ്പൊ അവിടെ 8 + 8 എത്രടാ? 14 എന്ന് എഴുതി അല്ലെ. പിന്നെ ഈ 2 ഡിജിറ്റ് എത്രടാ? 80. ആ 80 നമ്മൾ ഇവിടെ എഴുതി. എത്ര? 1480. 1480. ഓക്കെ, ക്ലിയർ ആണോ നിങ്ങൾക്ക്? ഓക്കെ ഓക്കെ, അപ്പോൾ 3 ഡിജിറ്റ് നമ്മൾ എടുത്തു അല്ലെ. ഇനി ഒക്കെ അടുത്ത് നോക്കണം 700 + 200 അല്ലെ. ഇവിടെ നോക്കണം 2 അക്കങ്ങൾ 0. 2 അക്കങ്ങൾ 0 നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഈ 2 മാത്രം എത്ര? 7 + 2 എത്ര? 9 എന്ന് കിട്ടി. പിന്നെ 2 0 നമ്മൾ ഇട്ട് കൊടുക്കുക. എത്രയാ? 900 എന്ന് കിട്ടി. അതായത് നമ്മൾ എത്ര 70 + നമ്മൾ 20 അതുപോലെ തന്നെ എത്രയാണ്? 700 + 200 ആദ്യം 2 ഡിജിറ്റ് എടുക്കുക. ഇവിടെ 2 സീറോസ് എന്ന് ചെയ്യുക. 2 സീറോസ് അവസാനമായിട്ട് കൊടുക്കുക. ഓക്കെ, ക്ലിയർ ആണോ? നമ്മൾ ആദ്യം ഒരു സീറോസിന്റെ ആ സെയിം മെത്തേഡ് തന്നെയാണ് ഇവിടെ വരുന്നത് കേട്ടോ. ഓക്കെ, അടുത്ത നോക്കിയാ അടുത്ത 1300 + 400. ഇവിടെ നോക്കിയാ അവസാനം 2 0 അല്ലെ. അപ്പൊ 13 നോക്കാം. 13 + 4 ചെയ്യുക. 2 0 കഴിഞ്ഞാൽ അത് ഡിജിറ്റ്സ് എടുക്കണം. ഇവിടെ 13 ഇവിടെ എത്ര? 4 ഉണ്ട് അല്ലെ. 13 + 4 എത്രടാ? 17 എത്ര? 17 ഇട്ടുക. പിന്നെ 2 0 കൂടി അവിടെ എടുക്കാം. അപ്പൊ എത്രടാ? 1700. ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ ഞാൻ അടുത്ത് നോക്കിയാ അടുത്ത 1700 + 600. ഇവിടെ 2 അക്കം ലാസ്റ്റത്തെ 2 അക്കം എന്താടാ? 0 ആണ് അല്ലെ. അപ്പോൾ എന്ത് ചെയ്യുക? ഈ 17 ഈ 6 കൂടി ആഡ് ചെയ്യുക. 17 6 കൂടി ആഡ് ചെയ്യുമ്പോൾ എത്ര വരൂടാ? 23 അല്ലെ. അപ്പൊ 23 നമ്മൾ എഴുതുക. പിന്നെ എത്ര? ഇവിടെ 2 0 ആണ്ട് പിന്നെ 2 0 ഇട്ട് കൊടുക്കുക. എത്ര? 2300. ഓക്കെ, ക്ലിയർ ആണോ? സെറ്റ് ആണോ എല്ലാവർക്കും? ഓക്കെ, അടുത്ത് നോക്കടാ. ആണെങ്കിൽ 5600 + 800 അല്ലെ. ഇവിടെ 2 0 ആടാ. അപ്പോൾ 56. 56 + 8 ചെയ്യുക. 56 + 8 എത്രയാടാ? 64 അല്ലെ. 64 എഴുതുക അല്ലെ. പിന്നെ എന്ത് ചെയ്യുക? പിന്നെ 2 0 ഇട്ട് കൊടുക്കുക. എത്രയാണ്? 6400 കിട്ടും. 6400. സിമ്പിൾ ആടാ. ഓക്കെ, ഇത്രയാടാ. ഇത്രയാണ് അഡീഷൻ. ഓക്കെ, ക്ലിയർ ആണോ നിങ്ങൾക്ക്? ആദ്യം പഠിച്ചത് ഈ സൈഡിൽ നിങ്ങൾക്ക് ക്ലിയർ ആണെങ്കിൽ ഒക്കെ അടുത്തേക്ക് പോവാടാ. ഓക്കെ, ഒന്നുമില്ല, വളരെ സിമ്പിൾ ആണ്. എല്ലാ ഓരോന്നിന്റെ
കണക്റ്റഡാ വരുന്നത് അല്ലെ. ഫസ്റ്റ് പഠിച്ച മെത്തേഡിന്റെ കുറച്ച് അഡ്വാൻസ്ഡും സെയിം ലോജിക്ക് തന്നെയാണ് രണ്ടാമത്തേലും വന്നേക്കുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് കുറച്ച് കൂടിയ ലെവലിലേക്ക് വരുമ്പോൾ ക്വസ്റ്റ്യൻസ് നോക്കാം. ഓക്കെ, ഇനി അതിനടുത്ത് എടുക്കുക ഇവിടെ 21+63. ഓക്കെ, എടാ ഇവിടെ ശ്രദ്ധിക്കണം മക്കളെ, നമ്മൾ കഴിഞ്ഞ രണ്ട് സ്ലൈഡുകളിലും കഴിഞ്ഞ രണ്ടിലും പഠിച്ചെന്താ പൂജ്യമായത് അല്ലെ, ഏതെങ്കിലും ഒരക്കം 0 മുതൽ അവസാനത്തെ. ഇവിടെ നോക്കണം മക്കളെ, ഇവിടെ 1ഉം ഇവിടെ 3ഉം വന്നേക്കണം, ഇവിടെ 1ഉം 3ഉം വന്നേക്കണം. അപ്പൊ അങ്ങനെ വരുമ്പോ നിങ്ങൾ എന്താ നമ്മൾ ആദ്യം പറഞ്ഞ അഡീഷൻ നമ്മൾ നോക്കണം എന്താന്നുള്ളത്. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ വരുമ്പോ ഈ ലാസ്റ്റ് അക്കങ്ങൾ നോക്കണം, 1ഉം 3ഉം. നമ്മൾ രണ്ടക്കങ്ങൾ വന്ന് പഠിച്ചായിരുന്നല്ലേ, എത്ര 1+9, 2+8, 10, 11, 12 അങ്ങനെ വരുന്ന പഠിച്ചായിരുന്നു. നമ്മൾ 17 വരെ വന്ന് പഠിച്ചിരുന്നു. ആ കോമ്പിനേഷൻ അല്ലാത്ത ഏതെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ഈ ലെഫ്റ്റ് സൈഡിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുക. ഇവിടെ 1ഉം 3ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ എത്രടാ 4ആ വരുന്നത്. ഒരിക്കലും ക്യാരി വരുന്നില്ല അല്ലെ, ക്യാരി വരാതില്ല. അപ്പൊ എന്ത് ചെയ്യുക, അപ്പൊ 2+2 ആദ്യം ചെയ്യുക. 2+6 ആദ്യം ചെയ്യുമ്പോൾ എത്രടാ 8 എന്ന് കിട്ടും. പിന്നെ എന്ത് ചെയ്യുക, 1+3 ചെയ്യുക. 2+6 8, 1+3 4, 84 കിട്ടും. ഡയറക്റ്റ് നമുക്ക് ഇതാ. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, ഇനി അടുത്ത 57+32. ഓക്കെ, ഇവിടെ ഫസ്റ്റ് നോക്കണം എന്താ, ഫസ്റ്റ് ആദ്യം 7ഉം അവിടെ 2, 7 2 ആഡ് ചെയ്യുമ്പോൾ 9, ക്യാരി വരത്തില്ല. അപ്പൊ നമ്മൾ ഇവിടെ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. 5+ എത്രടാ 3, എത്രയാ 8 എന്ന് കിട്ടും അല്ലെ. പിന്നെ 7+2 എത്രടാ 9 എന്ന് കിട്ടും. 89. ഡയറക്റ്റ് നമുക്ക് 89 കേട്ടോ. നമ്മള് സ്കൂളുകളിൽ എന്താ, സ്കൂളിൽ നമ്മൾ ചെയ്യുന്നത് എത്ര 57+32, 7+2 9, 5+3 8 ഇങ്ങനെ അല്ലെ. അപ്പൊ ശരിയാണോ നമ്മൾ പഠിക്കുന്നതെല്ലാം. പക്ഷെ എന്താ, നമുക്ക് സ്പീഡ് ചെയ്യാൻ എന്താ, ഈ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് വരാം, നമ്മൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് എഴുതി തുടങ്ങണം കേട്ടോ. അപ്പൊ അതാണ് നമുക്ക് സ്പീഡ് കൂട്ടുക അങ്ങനെ പഠിക്കുമ്പോൾ കേട്ടോ. ആ ലോജിക്ക് നമ്മൾ മനസ്സിലാക്കി നമുക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കും കേട്ടോ. ഓക്കെ, അപ്പൊ ഇനി അടുത്ത് നോക്കിടാം. അടുത്ത് 34+63. ഇവിടെ നോക്കണ്ട 4ഉം 3ഉം ആടെയും ക്യാരി വരുന്നില്ല. അപ്പൊ എത്രയാ 3+6 എത്രടാ 9 അല്ലെ. അവർ 4+3 എത്രടാ 7 അല്ലെ. 97 കിട്ടും. 97. 34+63 97. ഓക്കെ, ഇനി അടുത്ത് നോക്കണം 72+64. ഇവിടെ 2ഉം 4ഉം 6 അല്ലെ. അപ്പൊ 7+ എത്രടാ 6, എത്ര 7+6 13 13. ഇനി 2+4 എത്രടാ 6 അല്ലെ. അപ്പൊ 136. 136. ഓക്കെ, ക്ലിയർ ആണോടാ? ഓക്കെ, അപ്പൊ നിങ്ങൾ ചെയ്ത് നോക്കണം. നിങ്ങൾ തന്നെ കണക്കുകൾ അല്ലെ നമ്പറുകൾ എഴുതി പ്രാക്ടീസ് ചെയ്ത് നോക്കാം കേട്ടോ. കൂടാതെ നിങ്ങൾ ടെലിഗ്രാമിലെ ചാനലിൽ നമുക്ക് പ്രാക്ടീസ് സെഷനുള്ള ക്വസ്റ്റ്യൻസ് തന്നേക്കാം, അത് നിങ്ങൾ ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ എല്ലാവർക്കും? ക്യാരി അല്ലെ, ഡിജിറ്റ് 0 ഇല്ലാത്ത ക്ലിയർ ആണല്ലോ? 2 ഡിജിറ്റ് ലാസ്റ്റ് ഒക്കെ 0 വരാത്ത നമ്പർ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ കേട്ടോ. ഇനി അടുത്ത നോക്കിയാൽ 48+86. ശ്രദ്ധിക്കണം, ഇവിടെ ചെറിയ ഡിഫറൻസ് ഉണ്ടാ. ഇവിടെ നോക്കടാ, ഇവിടുത്തെ അവസാനം നമുക്ക് 8 മാറുക. ഞാൻ ആദ്യം പറഞ്ഞ കോമ്പിനേഷനില 10, 11, 12 ഒക്കെ വരുന്ന ആ കോമ്പിനേഷൻ വന്നേക്കണം അല്ലെ. എത്രടാ 8 മാറും അല്ലെ. 8ഉം 6 തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരാം 14 വരും. 14 വരും അല്ലെ. അപ്പൊ ശ്രദ്ധിക്കുക മക്കളെ, 8ഉം അതൊരു 6 കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 10. നമ്മൾ അവസാനം 4 എടുക്കുള്ളൂ നമുക്കറിയാം അല്ലെ. 1 സാധാരണ ക്യാരി വരും അല്ലെ. നമ്മൾ അതിന് ഇപ്പൊ 48+ എത്രടാ 86 ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, 8+6 4 വന്നു, പിന്നെ ഒരു ക്യാരി വന്നു 1+4+8 എന്ന് പറഞ്ഞാൽ എത്ര 34 ഇത് അല്ലെ. ക്ലിയർ ആണല്ലോ? ശരിയാണ്, നമ്മൾ സ്കൂളിൽ പഠിക്കുന്നതാണ് അല്ലെ. ഇത് നമ്മൾ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് എഴുതിയത് നമുക്ക് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് ചെയ്യാൻ പറ്റും നോക്കാം. ഓക്കെ, അത് നമ്മൾ ചെയ്യേണ്ട ഇങ്ങനെ നിങ്ങൾ നോക്കാം. ഡിജിറ്റൽ ഫസ്റ്റ് നോക്കട 8ഉം 6ഉമാണ് അവസാനം അല്ലെ. അപ്പൊ ക്യാരി എന്തായാലും വരും. അപ്പൊ നിങ്ങൾ നോക്കണേ, ഈ 4+8 ചെയ്യുക. 4+8 എത്രടാ 4+8 12 ക്യാരി 1 വരുമെന്ന് നമുക്കറിയാം. നമ്മളെ കോമ്പിനേഷൻ പഠിച്ചാൽ ക്യാരി 1 വരുള്ളൂ അല്ലെ. അപ്പൊ 4+8 എത്രയാണ് 12. 12+1 നമ്മൾ എഴുതുക, എത്രയാ 13 എഴുതുക. പിന്നെ ഈ 8+ എന്ത് ചെയ്യുക 6 എഴുതുക, 14 ആ 4 എഴുതുക, എത്രയാ 134 എഴുതുക. 134 ക്ലിയർ ആണോടാ? ഓക്കെ, അപ്പൊ അടുത്തൊന്ന് പറയാം 76+95. ഇവിടെ മക്കളെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുന്ന കാര്യം നോക്കളാ, ഇപ്പൊ 6ഉം 5ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ എത്രടാ 11 ക്യാരി വരും. അപ്പൊ ഒരു 1 ക്യാരി വരും നമ്മൾ മനസ്സിലറിയാം, നമുക്കറിയാം. അപ്പൊ എന്ത് ചെയ്യാം, ഇവിടെ അറിയാം 7+9 നമ്മൾ ലെഫ്റ്റിന്റെ സ്റ്റാർട്ട് 7+9 എത്രടാ 7+9 16 അല്ലെ. 16 ആ ക്യാരി വന്നിട്ടുള്ള അവിടെ എത്രയാ 17. 17ഉം പിന്നെ 5+6 എത്ര 11ന്റെ 1. 5+6 അല്ലെ. 6+5 ചെയ്യുമ്പോൾ എത്രടാ 11 ആ 11ന്റെ 1 ഞാൻ എടുത്തേക്കണം അല്ലെ.
ഈ ക്യാരിയെ നമ്മൾ ആദ്യം ആഡ് ചെയ്തത്, അത് ആഡ് ചെയ്ത് ഇങ്ങനെ ലെഫ്റ്റ് സൈഡിൽ ചെയ്ത് പഠിക്കണം കേട്ടോ. ഓക്കെ, അടുത്ത നോക്കിയാൽ നമുക്ക് 59 പ്ലസ് 41. ഇവിടെ നോക്കണം 9 3 ക്യാരി വരുന്ന ഡിജിറ്റുകൾ ആഡ് ചെയ്യാൻ പറ്റും. അപ്പൊ എത്രയാ 5 പ്ലസ് 4 എത്ര 9, 9 പ്ലസ് 1 എത്രയാ 10. ഓക്കെ, ഇനി 9 പ്ലസ് 3 എത്രയാ 12 ആണ്, അതിന്റെ 2 ആഡ് ചെയ്യുക, എത്ര 102. ഓക്കെ, ക്ലിയർ ആണോ? ഇനി അടുത്ത് നോക്കിയാൽ 87 പ്ലസ് 68 അല്ലെ, 8 പ്ലസ് 6 എത്രയാ 14, 14 പ്ലസ് 1 15 അല്ലെ, 7 പ്ലസ് 8 എത്രയാ 15 ആണ് അല്ലെ, 15 155 കേട്ടോ. ഇതുപോലെ സ്പീഡ് ഞങ്ങൾക്ക് ഞാൻ സ്പീഡ് ചെയ്യുന്നത് ഞാൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടാണ് എനിക്ക് സ്പീഡ് വരുന്നത് കേട്ടോ. അപ്പൊ ഇതുപോലെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത മക്കളെ, ഇങ്ങനെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് മാത്രമേ നമുക്ക് മാത്സിന്റെ സ്പീഡ് കൊടുക്കുള്ളൂ. വൺസ് നിങ്ങൾ ഡെയിലി ഇത് പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് പിന്നെ ഞാൻ പറഞ്ഞു നിങ്ങൾ ഒരു 30 days ആണ് പ്രാക്ടീസ് ചെയ്താൽ പിന്നെ നിങ്ങളുടെ ബൈഹാർട്ടായി മെമ്മറിൽ വന്നു കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നിങ്ങൾ മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഡിജിറ്റൽ ഉണ്ടാക്കി പ്രാക്ടീസ് ചെയ്യുക. കൂടാതെ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഞങ്ങൾ എന്ത് ചെയ്യുക, അതിന്റെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഇട്ടേക്കും, അത് നിങ്ങൾ ചെയ്ത് നോക്കാം. ഓക്കെ, അതൊക്കെ ക്ലിയർ ആണോ മക്കളെ? ഇന്ന് നമ്മൾ അഡീഷനാ പഠിച്ചത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മൾട്ടിപ്ലിക്കേഷൻ പഠിച്ചു, ഇന്ന് അഡീഷൻ ആണ്. ബേസിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. ബേസ് ലെവലിലോട്ട് നിങ്ങളുടെ മാത്സ് സ്ട്രോങ് ആക്കുക, അതാണ് എന്റെ ലക്ഷ്യം. അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് ഫോളോ ചെയ്യണം. അതായത് ഞാൻ പറഞ്ഞ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ചെയ്തു നോക്കാം. വെറുതെ വീഡിയോ കണ്ടാൽ പോരാ, നിങ്ങൾ എന്ത് ചെയ്യണം, ക്വസ്റ്റ്യൻസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സ്പീഡ് കൊടുത്തുള്ളൂ. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ക്ലിയർ ആക്കാമെന്ന് വിചാരിക്കുന്നു. ഓക്കെടാ.